ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്ത കാലത്തായി കാണുന്ന കുറച്ച് വീഡിയോസുകളാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ, ഡോക്ടറെ എനിക്ക് വെളുക്കണം, ഡോക്ടറെ എനിക്ക് വെളുക്കണം, എങ്ങനെയെങ്കിലും എനിക്ക് വെളുക്കണം. പിന്നെ ഞങ്ങൾ ഡോക്ടർമാർ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ഗ്ലൂട്ടത്തയോൺ സജസ്റ്റ് ചെയ്യും. ഫാർമസിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഡോക്ടർമാർ എന്താ അവരെ വെളുപ്പിക്കാനായിട്ട് ഗ്ലൂട്ടത്തയോണിന്റെ IV ആയിരിക്കാം, ഗ്ലൂട്ടത്തയോണിന്റെ ക്യാപ്സൂൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എങ്ങനെയാ എന്താ വെച്ചാൽ ഗ്ലൂട്ടത്തയോൺ ഏതൊക്കെ രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ അതൊക്കെ അല്ലേ. അപ്പോൾ ഗ്ലൂട്ടത്തയോണിനെ കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കും അപ്പോൾ ഗ്ലൂട്ടത്തയോൺ എന്നാൽ 3 അമിനോ ആസിഡ്സ്, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിൻ, അതുപോലെ തന്നെ ഗ്ലിസറിൻ അല്ലെ. അപ്പൊ ടിഷ്യൂ ബിൽഡിംഗ് ആണ് ഇതിന്റെ മെയിൻ ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ആന്റി ഓക്സിഡൻസ് അങ്ങനെ എന്താ പറയുക, നമുക്കിപ്പോൾ ഗ്ലാമർ വെക്കാൻ പറ്റിയ സംഭവമാണ്, അല്ലെങ്കിൽ വെളുത്ത് തുടുക്കാനുള്ള സംഭവമാണ് ഗ്ലൂട്ടത്തയോൺ എന്നതിന് ഉപരി ഇതിന് വേറെ യൂസുകളാണ്. ശരിക്കും പണ്ട് കാലം മുതലേ ഉള്ളത് വേറെ യൂസാണ്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വെളുപ്പിക്കുക എന്നുള്ള ഒരു യൂസാണ് ഇതിന് കാര്യമായിട്ട് നടക്കുന്നത്. ഇപ്പം ഒരുപാട് പുതിയ കമ്പനികൾ ഈ ഗ്ലൂട്ടത്തയോണിന്റെ ടാബ്ലറ്റ്സുകളൊക്കെ ഇറക്കി തുടങ്ങി, IV ഇറക്കുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ബ്യൂട്ടി പാർലർ, ക്ലിനിക്, അതുപോലെയുള്ള എന്താ പറയുക, ഈ കോസ്മെറ്റിക് ക്ലിനിക്കുകളിൽ ഇതിന്റെ IV നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം ഈ സിനിമാ മേഖലയിലുള്ളവരാണ് ഏറെ ഇത് യൂസ് ചെയ്യുന്നതാണെന്ന് കേട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഓരോ അറിവും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ പറയുന്നതാണ് എൻ്റെ അറിവിൽ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത് ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക്കലി ഇതുപോലെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ടൊന്നും അല്ല പറയുന്നത് അവർ. അപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ റിസൾട്ട് ഇല്ലാത്തവരും ഉണ്ട്, അലർജി ആയവരുണ്ട്, ഇല്ലെന്നല്ല, അങ്ങനെ അനുഭവം ഉള്ളവരുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇതിന്റെ യൂസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി വെളുത്ത് തുടുക്കും എന്നൊക്കെ ഉള്ള സംഭവം ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പൊ IV ആയിട്ടാണെങ്കിലും ഇതിന്റെ ടാബ്ലറ്റ് രൂപത്തിലാണെങ്കിലും ഇത് എങ്ങനെ എടുക്കുവാണെങ്കിലും ഇത് സാമ്പത്തികമായി നല്ല രീതിയിൽ മുന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് കഴിയൂ. അതും കൂടി എടുത്തു പറയാം. പിന്നെ ഉള്ളത് ഒന്ന്, ഇത് ഇപ്പൊ ഇറങ്ങുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഗ്ലൂട്ടത്തയോൺ വ്യാപകമായിട്ട് ഇപ്പോൾ നിലവിൽ ഉപയോഗത്തിലുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് നന്നായി നിങ്ങൾ അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നൊരവസ്ഥയിലും ഇതിന്റെ യൂസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി വെളുത്ത് തുടുക്കും എന്നൊക്കെ ഉള്ള സംഭവം ശരിയൊക്കെ തന്നെ മാത്രമേ ഗ്ലൂട്ടത്തയോണിന്റെ ട്രീറ്റ്മെന്റിന് നിങ്ങൾ തുനിയാവൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്നവർക്കും ഇതൊക്കെ കേട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തും ആൾക്കാർ പറഞ്ഞു കേട്ടും ചെയ്തവരുടെ അനുഭവത്തിലും ഒക്കെ എല്ലാവർക്കും ഇതങ്ങോട്ട് ചെയ്യണം എന്നുള്ളൊരവസ്ഥയാണ്. കാര്യം എന്റെ അനുഭവമാണ് കേട്ടോ. ഞാൻ ഒരുപാട് പേരിൽ ഇപ്പൊ കാണുന്നതാണ്. എൻ്റെ അടുത്ത് എത്ര പേര് ഒരു ദിവസം 2 പേരെങ്കിലും ഡൗട്ട്, ഗ്ലൂട്ടത്തയോൺ എന്താണ് വെളുക്കുവോ, നിറം വെക്കുവോ, ഭയങ്കരമായിട്ട് തുടുക്കുവോ, ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, വളരെയധികം ശ്രദ്ധിച്ചും കണ്ടും വേണം നിങ്ങൾ ഇതിന്റെ പുറകെ ഓടാനായിട്ട്. ഇപ്പം ഒരുപാട് ടാബ്ലറ്റ്സ് 1 മാസമൊന്നും കഴിച്ചതുകൊണ്ട്, ഗ്ലൂട്ടത്തയോൺ ടാബ്ലറ്റ് 1 മാസം കഴിച്ചതുകൊണ്ട് ആരും വെളുത്തു തുടുക്കാനെന്ന് പോലെ ഇതിന്റെ റിസൾട്ട് വന്ന് തുടങ്ങാൻ തന്നെ ചിലപ്പോൾ 3 മാസം 6 മാസം എടുത്തെന്ന് വരാം. അതുവരെ ഒന്നും നിങ്ങൾ ചിലപ്പോൾ പോവില്ല. അപ്പോൾ വെറുതെ നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ പലരിലും ഈ ഗ്ലൂട്ടത്തയോൺ എടുക്കുന്ന വർഷങ്ങളായിട്ട് എടുക്കുന്നവരുടെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഫേസും കഴുത്തും ഒക്കെ ഇങ്ങനെ തുടാന്നിരിക്കണം. അവരുടെ കൈയും ഒക്കെ ചുക്കി ചുളിഞ്ഞ് ആകെ കുളമായിരിക്കണം. കൈയും കാലും ഒന്നും വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആക്ച്വലി ഈ ഒരു ഇത്ര ഭാഗം മാത്രമേ, നേർത്ത സ്കിന്ന് ഉള്ള ഭാഗം മാത്രം ഇങ്ങനെ ആവും എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ ഒരു അറിവും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഒരു അറിവാണ്. അപ്പൊ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അവരവരുടെ ഇഷ്ടം. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ.